അഷ്ഫാഖ് ആലം താമസ റൂമിലേക്കാണ് നമ്മൾ കയറുന്നത്. കോഴിയിറച്ചി തക്കാളി എല്ലാം ഇങ്ങനെ പോട്ട് പോയിട്ട് അതുപ്പിള്ളേ കൂട്ടിട്ട് പോയിരിക്കാം. ഇവിടുന്ന് മാറാൻ നമുക്കൊരു മനസാക്ഷി അനുവദിക്കുന്നില്ല. അമ്മ അത് സ്വപ്നം പോലെ അവരതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇവരെ പച്ചക്കിനെ കുത്തി കീറി കംപ്ലീറ്റ് മുറിവുകളും മുളക് പൊടി ഇട്ടിട്ട് അവനെ കൂടെ പെട്ടച്ച കളയാണ്. ഇവനെ കൊച്ചിനുങ്ങളെ കൊല്ലണ വലിയ ഇഷ്ടമാണ്. ഒരെണ്ണത്തിനെ കൊന്നിട്ടാണ് ഇപ്പൊ വന്നത്. ഭീമൻ ഹദൈത്തവാഫിനി ഭീമൻ ആഫത്ത്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ തൈക്കാട്ടുകര ഗാരേജിൻ്റെ മുമ്പിലാണ്. ഈ ഗാരേജിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് 5 വയസ്സുള്ള ആ പിഞ്ചു ബാലികയുമായി ഈ അഷ്ഫാഖ് ആലം എന്ന ആ പരമ വൃത്തികെട്ടവൻ അവനന്ന് വന്ന് ഈ കുഞ്ഞിൻ്റെ അച്ഛനാണ് ഞാൻ എന്ന് ചോദിച്ച് 1-2 പേരോട് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് ഈ കുഞ്ഞിന് ജ്യൂസ് മേടിച്ചു കൊടുത്ത് ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് അവൻ ബസ് കയറി ആലുവ മാർക്കറ്റിൻ്റെ അവിടേക്ക് പോയത്. നമുക്ക് ആ ബസ് സ്റ്റോപ്പ് ഒന്ന് കാണാം. ഗാരേജിനടുത്തുള്ള ബസ് സ്റ്റോപ്പാണിത്. ഈ ബസ് സ്റ്റോപ്പിൽ വന്നു നിന്ന് ഇതുപോലെ വരുന്ന ബസ്സിൽ കയറിയാണ് ആ കുട്ടിയുമായി അഷ്ഫാഖ് ആലം ആലുവ മാർക്കറ്റ് സൈഡിലേക്ക് പോയത്. ആ ഒരു ഗജ ഫ്രോഡ് 5 വയസ്സുള്ള ആ കുഞ്ഞുമായി ഈ മാർക്കറ്റിലാണ് വണ്ടി ഇറങ്ങിയത്. ഈ വഴിയിൽ കൂടെ നടന്നാണ് അവൻ ഇതിന്റെ പിൻഭാഗത്തുള്ള മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കപ്പെട്ടുള്ള ആ സ്ഥലത്തേക്ക് കുഞ്ഞുമായി പോയത്. ഈ മാർക്കറ്റിന്റെ പിൻഭാഗത്ത് ചെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത അത്രയധികം മുറിവുകൾ ആ കുഞ്ഞിന്റെ ദേഹത്ത് അവൻ സമ്മാനിച്ചു. ശേഷമാണ് ആ കുട്ടിയുടെ ജീവൻ അവൻ എടുക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വരും. ഇവിടെ ഇങ്ങനെ നടന്നാണ് പോയത് അല്ലേ? അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഈ വൈകിട്ടായി കഴിഞ്ഞാൽ ആരും ഇല്ല. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് 12 മണിയാകുമ്പോൾ പോകുമല്ലായിരുന്നു. അപ്പോൾ ഇതിലൂടെ വന്ന് ഈ പ്രദേശത്തോട് ഇങ്ങനെയാണ് അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്തത് അല്ലേ? എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി. അന്ന് പോലീസ് തെളിവെടുക്കാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾ കണ്ടിരുന്നു അത്? കണ്ടിരുന്നു. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ആ താഴത്തേക്ക് പോയിട്ട് ആ പോത്ത് നിൽക്കുന്ന ആ സ്ഥലത്താണോ? ആ വഴി കൂടെ താഴത്തേക്ക് പോയിക്കുമ്പോൾ അവിടെ പുഴയാണ്. ആ പുഴയുടെ സൈഡിൽ വെച്ചായിരുന്നു. അവിടെ തന്നെ ഒരു ചാക്കിലാക്കി കെട്ടി വയ്ക്കായിരുന്നു. ഇവര് നമുക്കൊന്നും അങ്ങോട്ട് പോവാം. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ആ മതിലിനോട് ചേർന്നുള്ള ഒരു താഴത്തേക്ക് പോയി. താഴത്തേക്ക് പോകുമ്പോൾ അവിടെ പുഴയാണ്. ഈ മതിലിന്റെ സൈഡ് കൂടെ നടന്ന് താഴത്തേക്ക് സ്പേസ് ഉണ്ട്. ഇതിനിടയിൽ കൂടി ഒരു സ്ഥലമുണ്ട്. താഴത്തേക്ക് അധികം സ്പേസ് ഒന്നും ഇല്ല, അത്യാവശ്യം ഇത്രയും ഫീറ്റ് തന്നെ. മാംസം ദ്രവിച്ച മണം ഇവിടുന്ന് വന്നാലും ആരും സംശയിക്കില്ലല്ലോ. കാരണം ഈ ഏരിയയിൽ ഒരു മണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ലാണല്ലോ. അത് പൊതുവെ ആരും കൊണ്ട് വരാറില്ല, അതുകൊണ്ടായിരിക്കണം. അഷ്ഫാഖ് ആലം ഈ കുഞ്ഞിന് ചോക്ലേറ്റും അല്ലെങ്കിൽ ജ്യൂസൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് ആ കുഞ്ഞുമായിട്ട് പോയ വഴി ഇതാണ്. വരൂ. വളരെ അത്രയ്ക്ക് വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കുഞ്ഞിനെ കൈ പിടിച്ച് നടന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കാരണം ഇതിലൂടെ എങ്ങനെ ഒരു 5 വയസ്സുള്ള കുഞ്ഞ് എങ്ങനെ ഇതിലൂടെ നടന്നിറങ്ങുക? ഈ പ്രായമുള്ള ഞങ്ങൾക്കാർക്കും ഇതിലൂടെ നടന്ന് സ്മൂത്തായിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നില്ല. ഭയങ്കര മാലിന്യം കുറിച്ച് ഭയങ്കര വൃത്തികെട്ട സ്ഥലമായിട്ടാണത്. ഇതിലൂടെ നമുക്ക് നടന്നിറങ്ങാൻ വേണ്ടി കുറച്ച് പാടാണ്. അന്ന് ഈ കുഞ്ഞുമായിട്ട് അവൻ പോകുമ്പോഴും ഈ പ്രദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. 5 വയസ്സുള്ള ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ ഒരു UKG സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോലും എത്താത്ത അത്ര ചെറു കുഞ്ഞു വാവയാണ്. ആ കുഞ്ഞിന് ഇതിലൂടെ സുഖമായിട്ട് ഇറങ്ങി നടന്നു വരാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് നടന്നു വരാൻ വേണ്ടി നിങ്ങൾ എത്ര പാടുപെട്ടു? ഞാൻ ഒരുപാട് പണിയെടുത്തിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. കുഞ്ഞിനെ ചിലപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പൊക്കി എടുത്തിട്ടായിരിക്കാം കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എടുത്തിങ്ങനെ തോളത്തിട്ടിട്ടായിരിക്കും കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു ക്യാമറ ഇങ്ങോട്ട് വരാൻ പറ്റുമോ നോക്കിക്കോളൂ. ചാക്കി കെട്ടി വെച്ച കൊച്ചിന്റെ ശരീരം കിട്ടിയതാണ് അവിടുന്ന്. അതിന്റെ വെള്ളം കല്ലെന്താ വെച്ച് ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ എന്തായിരുന്നു വെച്ചിട്ടുണ്ടായത്. കൈ പിടിക്കാം വരും. അല്ല അതടന്നു നീ അവിടെ ചോട്ട്, ഒരു കാലം അവിടെ ചോട്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വലിയ പൊക്കമുള്ള ഒരു കൽക്കെട്ടാണ്. ഈ കല്ലിന്റെ കെട്ടിറങ്ങിയിട്ട് നേരെ നടന്ന് അശ്വിൻ ഒന്ന് ട്രൈ ചെയ്യാമോ? ഇറങ്ങാൻ പറ്റുമോ നോക്കാമോ? നമ്മുടെ അശ്വിൻ ഇറങ്ങുകയാണ്. അവൻ ആ കുഞ്ഞിനെ ഉപദ്രവിച്ച സ്ഥലം ഒന്ന് കാണിച്ചു തന്നെ. അപ്പൊ ഇവിടെയാണ് കിടത്തി ആ കുഞ്ഞിനെ ഇവൻ പീഡിപ്പിച്ചത്. ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ മുഴുവൻ മുറിവുണ്ടാക്കിയതും ഇവിടെ വെച്ചാണ്. അതെ. ശേഷം അവൻ ഇവിടുന്ന് ചാക്കിൽ കെട്ടി എവിടെ വെച്ചത്? ഈ മരത്തിന്റെ ചോട്ടിന്റെ ഇവിടുന്നാണ് എടുത്തത് അല്ലെ? ഇങ്ങോട്ടേക്ക് ഒരു മനുഷ്യൻ പോലും വരാറില്ല അല്ലെ? ഇല്ല, പൊതുവെ ആരും ഇതുവരെ ഞാൻ വന്നിട്ട് ഇതുവരെ ഞാൻ ഇങ്ങോട്ട് വന്നെ കണ്ടിട്ടില്ല. ഇതിപ്പോ അഷ്ഫാഖ് ആലത്തിന്റെ ഒരു സുഖമരണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ തൂക്കുമരം വരെയുള്ള ആ ഒരു ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇവനെ പോലൊരു ഫ്രോഡിനെ അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇവൻ മറ്റുള്ള അടുത്ത പദ്ധതിയൊക്കെ ആയിരിക്കും ഇവൻ ആ ഇരുട്ടറെ കിടന്ന് ആലോചിക്കുന്നത്. ഇവനൊന്നും ഒരിക്കലും ഒരു മനസാക്ഷി ഒരിക്കലും വരാൻ വേണ്ടി പോകുന്നില്ല. ഇവനൊരു സുഖമരണത്തിന് വേണ്ടിയുള്ള അവനങ്ങ് മറന്നിരിക്കുകയാണ്. ആ തൂക്കുമരത്തെ കുറിച്ച് അവൻ മറന്ന് സ്വസ്ഥമായിട്ടുള്ള ജയിലിലെ ഫുഡ് വെട്ടിച്ച് അവൻ ലാഭിഷായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം രാവിലെ 5 മണിക്ക് 4 മണിക്ക് അവനെ അങ്ങ് തൂക്കി കഴിഞ്ഞാൽ ആ തൂക്കുന്ന നിമിഷം അതങ്ങടെ ആ അധ്യായം അവസാനിക്കും. ഇവന് വേദനിക്കുന്നില്ല. ഇവനെങ്ങനെ പിടിച്ചിട്ട് ഇവന്റെ നഖത്തിന്റെ ഇടയിൽ കൂടെ മൊത്തം ആണിയടിച്ച് കയറ്റി കുറെ നഖമൊക്കെ കട്ടിംഗ് പ്ലെയർ വെച്ച് വലിച്ച് പറിച്ചെടുത്ത് ഇവനെ പച്ചക്ക് ഇവനെ കുത്തി കീറി ഇവരെ കംപ്ലീറ്റ് മുറിവുകളും മുളക് പൊടി ഇട്ടിട്ട് ഇവനെ കൂടെ പെട്ടച്ച കളയാണ് ഇവനെ. അഷ്ഫാഖ് മദ്യപിച്ച് യാതൊരു ബോധവും ഇല്ലാതെയായിരുന്നു ആദ്യ ദിവസം പോലീസിന്റെ കയ്യിൽ അവനെ കിട്ടുമ്പോൾ. അപ്പൊ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞത് സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന അവന്റെ ഒരു സുഹൃത്തിന് അവൻ കുഞ്ഞിനെ പൈസക്ക് വിറ്റു എന്നുള്ളതാണ് അവൻ പറയുന്നത്. പക്ഷെ പോലീസ് ചോദിക്കും പരസ്പരം ഒന്നും ഇല്ലാതെ പിന്നെ അവൻ പറയുന്നത് ഞാൻ മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. ശേഷം പിന്നീട് രാവിലെ മദ്യത്തിന്റെ അവർ കെട്ടിറങ്ങി കഴിഞ്ഞപ്പോഴാണ്
ഇവൻ കാര്യങ്ങൾ പോലീസിന്റെ അടുത്ത് വ്യക്തമാക്കുന്നത്. അന്ന് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഇവിടെ എല്ലാവരും ക്രൗഡ് ആയതുകൊണ്ട് വല്ല അവനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ വല്ല അന്ന് തെളിവെടുക്കാൻ പറ്റിയില്ല. പിന്നീട് 2 ദിവസം 3 ദിവസത്തെ ശേഷം ആരും ഇല്ലാത്ത സമയത്താണ് അവനെ കൊണ്ടുവന്നത് തെളിവെടുത്ത് പോയത്. അധികാരം പേരുണ്ടായിരുന്നില്ല. പോലീസുകാർ അതിന്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ നോക്കി ഭയങ്കര സേഫ് ആയിട്ടാണ് അവനെ കൊണ്ടുവന്ന് എവിഡൻസ് ഒക്കെ എടുത്തിട്ട് പോയത്. ഏകദേശം 4 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരമ വൃത്തികെട്ടവന് കേരള പോലീസ് നല്ല ഇടിയന്മാർ പോലീസ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ പോലീസ് ജനമൈത്രിയായി. അപ്പോൾ അതുകൊണ്ട് അവർ ഉപദ്രവിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നൊക്കെ പൊതുവിൽ പറയുമെങ്കിലും അശ്വാകാലത്തിന് തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളുള്ള അച്ഛന്മാരായിട്ടുള്ള ഒരുപാട് പോലീസുകാർ ആ സ്റ്റേഷനിൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ടല്ലോ. മനുഷ്യൻ്റെ വേദന അറിയുന്ന ആ ഒരു ദണ്ണം അറിയുന്ന പോലീസുകാരുണ്ടാവുമല്ലോ. നല്ലിടി അവനിട്ട് ഇടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് പ്രാർത്ഥിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് തൊടാൻ വേണ്ടി പറ്റില്ല. ഈ തൂക്കിക്കൊല എന്ന് പറയുമ്പോൾ കഴുത്ത് കൂടെ ആ ചരടം കൂടി ഇട്ടിട്ട് അടിയിലെ സംഭവം അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കെന്ന് പറഞ്ഞിട്ട് ഒരു മിന്നൽ വേഗത്തിൽ സംഭവം അങ്ങോട്ട് കഴിയും. അതുവരെ കാത്തിരിക്കുന്ന ആ ഒരു ടെൻഷൻ, ഇവനെ പോലുള്ളൊരു ഫ്രോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാത്തിരിപ്പൊന്നും ഒരു ടെൻഷനേ അല്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ടാണ് ഗോവിന്ദസ്വാമി ഒരുപാട് ഗജ ഫ്രോഡുകളെ നമ്മൾ കണ്ടാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് ഒരു തൂക്കിക്കൊല എന്ന് പറഞ്ഞ ഒരു ശിക്ഷയായിരിക്കില്ല. കാരണം വെച്ചാൽ അവനൊരു വേദന അറിയാൻ സുഖമായിട്ടുള്ള ഒരു മരണമാണ് അവന് കിട്ടാൻ വേണ്ടി പോകുന്നത്. അവന് ശരിക്കും പറഞ്ഞാൽ ഇടിച്ച് അവനെ ഇഞ്ചപ്പരുവാക്കിയിട്ടുണ്ടാവാം എന്ന് നമുക്ക് ചുമ്മാ അങ്ങ് വിശ്വസിക്കാം. നല്ല പെങ്ങന്മാരുള്ള ആങ്ങളമാരായിട്ടുള്ള പോലീസുകാരൊക്കെ ആ സ്റ്റേഷനിൽ ഉണ്ടാവണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഇടി കെട്ടിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനി അവൻ്റെ മേത്ത് ഒരാളും തൊടില്ല. കാരണം ഇനി അവനെ നേരെ തൂക്കുമരത്തിലേക്കാണ് അവൻ്റെ പോക്ക് പോകുന്നത്. ഇനി നാട്ടിലുള്ള നമ്മുടെ ആളുകളൊക്കെ ചേർന്ന് വേണമെങ്കിൽ അവനെ രാഷ്ട്രപതി ദയാഹർജിയൊക്കെ കൊടുത്ത് അവൻ ഇറങ്ങിക്കൊണ്ടിരുന്ന കാഴ്ചയൊക്കെ പിന്നീട് കാണേണ്ടി വരുമോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ പെട്ടെന്ന് എന്തായാലും നമ്മുടെ പോലീസ് എന്തായാലും ഉണർന്ന് പ്രവർത്തിച്ചു. മറ്റേത് കേസിനെക്കാട്ടിലും വളരെ വേഗത്തിലായിരുന്നു നമ്മുടെ പോലീസിൻ്റെ ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ചാക്കിൽ കെട്ടി ഈ പുഴയുടെ സൈഡിൽ തള്ളുമ്പോൾ ഈ ചാക്കിൻ്റെ പുറത്തേക്ക് ഒരു കൈ നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ? അന്ന് നമുക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്തതിന്റെ പേരിൽ പോലീസും അവിടെ ഉണ്ടായിരുന്ന കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് ബോഡി അവിടെ നിന്ന് എടുക്കൽ. ആ സൈഡിലേക്ക് ഒരുപാട് മാലിന്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം അന്ന് ഈ കുഞ്ഞിൻ്റെ മൃതശരീരം ലഭിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ചാക്കിന് പുറത്തേക്ക് കിടന്ന കൈയാണ് വളരെ പെട്ടെന്ന് ആരുടെയോ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ കുഞ്ഞിനെ ചാക്കിൽ പൊതിഞ്ഞ് കെട്ടി അവിടെ നിലത്ത് നിക്ഷേപിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒരുപാട് ഈ മാംസങ്ങൾ അടങ്ങുന്ന മാലിന്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വാരിയിട്ടതിന് ശേഷമാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. ഇവൻ വിചാരിച്ചത് ഈ കുഞ്ഞിൻ്റെ ജഡം അവിടെ കിടന്ന് അഴുകി ഇല്ലാണ്ടാകും. ഒരു കാരണവശാലും ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. കാരണം ഒരുപാട് മാംസ മാലിന്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അതിൽ അതങ്ങ് പൂഴ്ന്നു പൊയ്ക്കൊള്ളും എന്ന് ഇവൻ വിചാരിച്ചിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ഈ കുഞ്ഞിൻ്റെ കൈ ചാക്കിൽ നിന്നും പുറത്തേക്ക് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയിട്ടാണ് മൃതശരീരം കണ്ടെടുക്കുന്നത്. അന്ന് CC ക്യാമറ വിഷ്വൽ എടുക്കുമ്പോൾ നിങ്ങളുടെ ഷോപ്പിൻ്റെ ഒക്കെ മുമ്പിലത്തെ CC ക്യാമറ വിഷ്വലുകൾ ഇവൻ കൃത്യമായിട്ടാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് മനസ്സിലാവുന്ന രീതി കാണാൻ പറ്റും. പക്ഷേ ഇവൻ ബസ് ഇറങ്ങിയിട്ട് കുഞ്ഞുമായിട്ട് നടന്നു വരുന്നത് വ്യക്തമായിട്ട് മറ്റുള്ള CC ക്യാമറകളിലൊക്കെ പതിഞ്ഞിട്ടുണ്ട്. നമുക്ക് അന്ന് വിഷ്വൽസ് ഒക്കെ മീഡിയ ഇപ്പുറത്തെ 2 കടയിലും ക്യാമറയിലെ വിഷ്വൽസ് ആണ് പോലീസുകാരും ചെക്ക് ചെയ്തത്. അപ്പൊ ഏകദേശം അവരവിടെ നോക്കിയ സമയം വെച്ച് ഞാൻ അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് കാണാൻ പറ്റിയത്. നിങ്ങളുടെ ക്യാമറ താജു എന്ന് പറഞ്ഞൊരു യൂണിയനിൽ പ്രവർത്തിക്കുന്ന ഒരു പുള്ളി അവിടെ വെച്ച് ഇവനായിട്ട് സംസാരിക്കുകയും ആരെ വെച്ചാണൊക്കെ ചോദിക്കുന്ന ഒരു ഇൻസിഡന്റ് അവിടെ വെച്ച് നടന്നായിരുന്നു. ആ ക്യാമറയിൽ നമുക്ക് ഇവരുടെ കോൺവെർസേഷൻ ആയിട്ട് കിട്ടുമായിരുന്നു. ഇന്ന് കയറുന്ന ഒരു ഫുട്ടേജ് ഒരു കിട്ടും. അതിനുശേഷം ഇവിടെ ഒന്നും ഫുട്ടേജ് നമുക്ക് കിട്ടൂല. 21ഓളം മണിക്കൂറുകൾക്ക് ശേഷം ഈ കുഞ്ഞിന്റെ മൃതദേഹം ഉറുമ്പരിച്ച നിലയിൽ ഈ ചാക്കിൽ നിന്നും ലഭിക്കുകയാണ്. ഈ അറുമാടുകളുടെ ഒക്കെ ഈ വേസ്റ്റുകളെ കൊണ്ട് നിക്ഷേപിക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഈ അഴുകിയ മണത്തിനുള്ളിൽ ഇതും അങ്ങ് പെട്ടുപോയിക്കൊള്ളുന്നു വിചാരിച്ചു. 29-ാം തീയതി ശനിയാഴ്ച രാവിലെ 11:30 കൂടിയിട്ട് ഉറുമ്പരിച്ച നിലയിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തേക്ക് വരുന്നതോടുകൂടി കേരള സമൂഹം നടുങ്ങി വിറച്ചുപോയി. നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു വലിയ സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കുഞ്ഞുങ്ങളുമായി പുറത്തു പോകുമ്പോൾ ഈ യാതൊരു പരിചയമില്ലാത്ത ആളുകൾ കുഞ്ഞുങ്ങളെ വന്ന് പേരൻസിന് മുമ്പിൽ വെച്ച് തന്നെ താലോലിക്കുന്നത് അനുവദിക്കാതിരിക്കും. നമുക്കറിയില്ലല്ലോ ഇവനെന്താ ചിന്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരത്ത് വേറൊരുത്തൻ സ്പർശിക്കുന്നത് അത് എന്ത് സാഹചര്യത്തിലാണെങ്കിലും ശരി, അതൊരു പുറംദേശക്കാരനൊന്നും ആവണമെന്നില്ല. ഇനി നമ്മുടെ സ്വന്തം നാട്ടുകാരാണെങ്കിലും ശരി, പരിചയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിവൃത്തിയുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഒഴിവാക്കുക. അല്ലാതെ ആ ഒരു കുഞ്ഞിനെ അതിന് വിട്ടുകൊടുത്ത് അത് കണ്ട് ആസ്വദിച്ച് അയ്യോ എൻ്റെ കുഞ്ഞിനെ അയാൾ ലാളിക്കുകയാണല്ലോ, എൻ്റെ കുഞ്ഞിനെ അയാൾ സ്നേഹിക്കുകയാണല്ലോ എന്നുള്ളൊരു മനോഭാവമൊന്നും തീർച്ചയായിട്ടും നമുക്ക് വേണ്ട. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല അവരുടെ ഉള്ളിലെ ചിന്താഗതി എന്ന് പറയുന്നത്. അത് കണ്ടെത്താൻ ആർക്കുമാവില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നമ്മുടെ കണ്ണുകൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഒരു നിമിഷം നമ്മുടെ കണ്ണും തെറ്റിയാൽ നമ്മുടെ കുഞ്ഞ് പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത വിധം വലിയ അപകടത്തിലേക്ക് അവൻ പോകും. ആ കുഞ്ഞ് നമ്മെ വിട്ടു പോയിട്ട് 1 വർഷം തികയുകയാണ്. അശ്വകാലം എന്ന ആ കുഞ്ഞിനെ റാഞ്ചിയത് വീടിൻ്റെ തൊട്ട് സൈഡിലുള്ള ആ ഒരു മുറ്റത്ത് നിന്നാണ്. അവൻ അങ്ങനെ 2 ദിവസമായിട്ട് നോട്ടം ഇട്ടിരിക്കുകയായിരുന്നു. ഈ കുഞ്ഞ് തന്നെ ഇരിക്കുന്നു ഒക്കെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ആ വീടിൻ്റെ മുറ്റത്തേക്ക് നമുക്ക് പോകാം. பேர் வள்ளியம்மா. வள்ளியம்மா, ஓகே. நீங்க எங்க ஊருங்க? ஊர் திருநெல்வேலி. திருநெல்வேலியா? ஓகே. நீங்க எத்தனை நாளா இங்க இருக்கு? ഇവിടെ വന്നിട്ട് 7 വർഷമായി. അന്നേക്ക് അശ്വകാലംന്ന പേര് இருக்கிற അത് മോശமான ആള് അവൻ തങ്ങി ഇരുന്നത് എங்கே? அது மேல கண்டிட்டு ஆளா கண்டிட்டே இல்ல. நீங்க அவரை பார்க்கவே இல்ல. ஏன் நீங்க அவரை பார்க்கவே இல்லன்னு சொன்ன மீன்ஸ் அவர் இங்க தான் நீங்க 7 வருஷமா இங்க தங்கிட்டு இருக்கு. പിന്നെ ஒரு நாள் 2 நாளா ஒரு நாளா தாமസം இருந்ததே ഉള്ളൂ. அப்போ புதுசா வந்த ஆளு தான். புதுசா ஆளா வந்தாதா. അശ്വകാലം താമസിച്ചിരുന്ന റൂമിലേക്കാണ് നമ്മൾ കയറുന്നത്. உங்க பேர் என்ன? சந்திரா. எத்தனை வருஷமா இங்க இருக்கு? 10 வருஷத்துக்கு மேல. இந்த அஸ்வகாலம்னு ஒரு ஆள் இங்க வந்து எத்தனை நாள் இங்க தங்கி இருந்து? அது எப்போ வந்தாங்கன்னு எனக்கு தெரியாது. அந்த அன்னைக்கு தான் சம்பவம் நடந்த அன்னைக்கு தான் அந்த ஆளை பார்த்தேன். ஓ, நீங்க அன்னைக்கு பார்த்தாச்சு அவரை? கொஞ்சம் வெளியே வர முடியுமா? சம்பவம் நடந்த அன்னைக்கு வந்து நாங்கள் துணி காய போட்டேன். கீழே இருந்து மேலே வந்தாங்க. பிள்ளையெல்லாம் பசங்களாம் விளையாண்டுட்டு இருக்கும்போது நாங்கள் நின்று இருந்தேன். அப்போ படியாரில் இதே புதுசாக ஒரு ஆள் போகிறாங்களே அப்படின்னு நினச்சேன். அப்புறம் கொஞ்ச நேரம் கழிச்சு இங்கே வந்து கதை சேட்டான்னு கூப்பிடுவேன். திருப்பி நான் கதை திறந்தேன் என்ன பாயின்னு.
காணா வைக்கணும் சேச்சி கரண்ட் இல்லை அப்படின்னாங்க. ஓ, அவருக்கு கரண்ட் இல்லைன்னு சொன்னேன். தண்ணி அடிச்சு போதேன். மூஞ்சி பார்க்கும்போது நான் ஒரு மாதிரியா இருக்கும். அப்புறம் நான் இங்கெல்லாம் கரண்ட் எடுக்க வீட்டுக்காரங்கிட்ட போய் கேளு அப்படின்ட்டு கதவை அடிச்சுக்கிட்டேன். கொஞ்ச நேரம் கழிச்சு பார்த்தேன், அந்த ஒரு 3:30க்கு தான் அந்த புள்ள வந்துட்டு. அவனுக்கிட்ட நீங்க கேட்டாச்சா உங்க பேர் என்னன்னு கேட்டாச்சா? நான் எதுவுமே பேசல. அப்படி போதையா இருக்கும் மட்டும் நான் அதிகமா பேச்சு வச்சுக்கிறேன். ரொம்ப தண்ணி அடிச்சு ரொம்ப மோசமா தானே உங்க டோரு முன்னாடி வந்தது அவரு? சேட்டான்னு பிடிக்கும். சேட்டான்னு சொல்லும்போது அவருக்கு அவனு மலையாளம் தெரியுமா? சேட்டான்னு சொன்னா. அப்புறம் இந்த காணா வைக்கணும் கரண்ட் வேணும்னு சொன்னா. ஹிந்தியில காணா வைக்கணும்ட்டு அப்புறம் கரண்ட் காணா வைக்கணும் சொன்னா என்ன இது? சோறு. ஓ, சோறு வைக்கணும். காணா வைக்கணும் சேச்சி கரண்ட் நெய்யை விட ഇവിടെ നിന്ന് കറണ്ട് എടുക്കട്ടെ. ഇവിടെയെല്ലാം കറണ്ട് എടുക്കില്ല, വീട്ടുകാരുടെ അടുത്ത് പോയി ചോദിക്കുന്ന പറഞ്ഞു. പോയിട്ട് അப்புறம் அவங்க அம்மா 3:30க்கு தேடிக்கிட்டு வந்து ചാന്ദിനി കേട്ട് വന്ന് എന്നെ കൂപ്പിച്ച്. ചേച്ചി ചാന്ദിനി വന്ന് ഇപ്പൊ ഇത്ര നേരം കളിച്ചോണ്ടിരുന്ന് അവിടെ നോക്കിയുള്ള സ്ഥലത്ത് നിന്ന് എല്ലാം போய் தேடிட்டு வந்து. ஓ, அப்ப அந்த குழந்தையோட அம்மா தான் உங்ககிட்ட வந்து கேட்டது. குழந்தை எங்க இருந்து நீங்க பாத்துருக்கான்னு கேட்டேன். அப்ப நீங்க என்ன சொன்னேன்? കളിച്ചിട്ട് இருந்தாங்க தாளை அവിടെயெல்லாம் போய் നോക്കണം. അവിടെ ഇല്ല ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. அப்போ ஒன்றும் கூட அப்படியே அன்னிஷ்க்கு. இந்த குழந்தைவே உங்களுக்கு நல்லா தெரியுமா? அது இங்கே தான் எப்பயும் விளையாடும். உங்க வீட்டுக்கு இல்லை, இங்கே முன்னாடி வந்து விளையாடும். நானும் வீட்டில் பிஸ்கட்டு ஏதோ இருந்தாலும் எடுத்து கொடுப்பேன். திங்க வார்க்க பண்ணிக்கு போனால் பரோட்டா கிட்டும், அதெல்லாம் கொண்டு வந்து அந்த பிள்ளைங்களுக்கு கொடுப்பேன். நான் பரோட்டா பிரியாணிலாம் கிடச்சா இந்த சாப்பிட்டு இந்த குழந்தைக்கெல்லாம் கொடுத்துருவேன். அப்படியா? உங்களை ரொம்ப பிடிக்குமா அந்த குழந்தைக்கு? இங்கே எல்லாருமே, நான் மட்டும் இல்லை, இங்கே எல்லா வீட்லையும் போய் இவங்க வீட்டுக்குள்ள போய் சாப்பிட்டு. எங்கள் வீட்டில் தான் எப்பளும் இருக்கும். பிள்ளையர் உங்க வீட்டிலும் வருமா? வரும். 2 பிள்ளைங்க பையங்க இருக்காங்க. பிள்ளையர் கூட கழிக்கும். நல்ல பிள்ளையார் சாப்பாடு கொடுப்பாங்க, தோசை கொடுப்பாங்க, எல்லாமே இவங்க தருவாங்க. அந்த பிள்ளைங்களுக்கு வந்து திங்க இல்லைங்க. அதனால அவங்க அப்பா தண்ணி அடிச்சுட்டு தங்கள் வேலைக்கு போறதுனால எதுவும் கிடைக்காது. நாங்கள் இங்கே எல்லாருமே கொடுப்போம். அதுகளுக்கு கூப்பிட்டு திங்கிற எந்த பொருளாக இருந்தாலும் கூட தான் இருக்கும். அந்த குழந்தை ரொம்ப வேண்டியது உங்களுக்கு தான். உங்களுக்கு ரொம்ப பிடிக்கும் அந்த குழந்தைவை. சாப்பிட கொடுக்குறோம் இல்லையா? நம்ம பிள்ளைகளான்னு ஒன்று தான், அவங்க அடுத்த பிள்ளைகளான்னு ஒன்று தான். அதுக்கு பசின்னு அலையும் போது நம்ம அப்படி பார்த்துட்டு இருக்க முடியாது. சரி, அங்கே சாப்பிட இருக்கோ என்னமோ, அதுங்க வகுத்தெல்லாம் ஒன்றும் இல்லை. நான் பிள்ளைங்க எந்த பிள்ளைகளும் வகுத்தான் பார்ப்பேன். ஐயோ இது சாப்பிட வயிறு ஒட்டி போய் கிடக்கு இப்படி தான் நான் நினைப்பேன். മധുരയിൽ നിന്ന് വന്നിട്ടുള്ള ഈ അമ്മ അവർക്ക് അവരുടെ സ്വന്തം മോളെ പോലെയാണ് ആ കുഞ്ഞെന്നാണ് പറയുന്നത്. உங்களுக்கு மலையாளிகளை ரொம்ப பிடிக்குமா? எங்க பசங்களாம் மலையாளம் தான் படிச்சிருக்காங்க. மலையாளம் தான் படிச்சிருக்காங்க. அவங்களுக்கெல்லாம் ஃப்ரெண்ட் எல்லாம் மலையாளம் தான். ഭയങ്കര ഇഷ്ടം. പാസത്തെ കാട്ടുறாங்க இல்லையா മലയാളத்துக்காரங்க. ഒരു ഇടുക്കുകൂട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം വളരെ മോശം ഏരിയയിൽ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു പ്രദേശത്താണ് അവർ താമസിക്കുന്നത്. ഇങ്ങനെ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ അഷ്ഫാഖ് ആലം എന്ന് പറയുന്ന ഈ ഫ്രോഡ് ഇവൻ വന്ന് കയറുകയാണ്. ഇവൻ വന്ന് കയറി ഇവിടെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇവനിവിടെ ചെയ്തു വെച്ച പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ മലയാളക്കരയെ അപ്പാടെ ഞെട്ടിച്ച സംഭവങ്ങളാണ്. അവൻ താമസിച്ച ആ ഒരു റൂം ഏതാ നമുക്ക് നോക്കാം. அப்போ அவனு எலக்ட்ரிசிட்டி அந்த வீட்டுல இருந்து இங்க வேணும், அதுதான் அவன் கேட்டது உங்களுக்கு வேணும் கேட்டான். அப்ப அவன் கோழி இறைச்சி வாங்கியிருப்பேன் போல. கோழி இறைச்சி தக்காளி எல்லாம் இங்கே தான் போட்டு போயிட்டு அந்த பிள்ளைய கூட்டிட்டு போயிருக்கான். ஓ, அதெல்லாம் இங்க வச்சுட்டு கோழி இறைச்சி தக்காளியில ഇവിടെ വെച്ചു. இங்க வச்சுட்டு பிள்ளைய இங்க வச்சுட்டு அந்த பிள்ளைய கூட்டிட்டு போயிருக்கான். அப்படி கூட்டிட்டு போகும்போது யாராவது பார்த்தாச்சா? ரோட்ல எல்லாருமே பார்த்தாச்சு. അഷ്ഫാഖ് ആലം എന്ന ആ വൃത്തികെട്ടവൻ താമസിച്ച മുറിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിഥി തൊഴിലാളി എന്ന് മലയാളികൾ ഓമനപ്പേരിൽ വിളിക്കുന്ന ഇത്തരം ആളുകൾ വന്ന് തങ്ങുന്ന സ്ഥലം ഇങ്ങനെയൊക്കെയാണ്. ഇവിടെയൊക്കെ എന്തൊക്കെ പ്രവൃത്തികളാണ് ഈ റൂം അടച്ച് ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. ലൈല അബ്ദുൽ ഖാദർ ചൂർണിക്കര പഞ്ചായത്തിലെ എത്രാമത്തെ വാർഡ്? 5ാം വാർഡിലെ മെമ്പറാണ് അല്ലേ? ഇവിടെയാണ് താമസിച്ചിരുന്നത് ഈ വീട്ടിൽ. ഈ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ കൂട്ടിക്കൊണ്ട് പോയത്. അതിൻ്റെ അമ്മ ഡ്രസ്സൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. കൊച്ചിനെ കാണാണ്ടായപ്പോഴാണ് അന്വേഷിച്ചത്. അപ്പോൾ അങ്ങനെ കൂടെ പോയി എന്ന് പറഞ്ഞു. ആ കുട്ടി നഷ്ടപ്പെടുന്ന സമയത്ത് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ഈ സൈഡിൽ കൂടെയുള്ള വഴിയുടെ ഉള്ളിലാണ്. നമുക്ക് പോയി നോക്കാം. ഇവിടെയാണ് താമസിച്ചിരുന്നത് അല്ലേ? 5 വയസ്സുള്ള കുഞ്ഞുവാവയും ആ കുഞ്ഞിൻ്റെ അമ്മയും സഹോദരങ്ങളും അടങ്ങിയ ആ കുടുംബം ഒരു മുറിയും അടുക്കളയുമുള്ള ഈ ഒറ്റമുറി വീട്ടിലാണ് ഇവർ താമസിച്ചത്. എത്ര വൃത്തിഹീനമായിട്ടാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരു ഇടുക്കൂട്, ഒരു പട്ടിക്കൂടിൻ്റെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന സ്ഥലം. ഒരു അവസ്ഥയാണ്. റെയിൽവേ ട്രാക്കും റെയിൽ ക്രോസും തൊട്ടടുത്ത് കിടന്ന റെയിൽ കിടന്ന റോഡാണ്. എല്ലാം ഉള്ള ഒരു അപകടമുള്ള സ്ഥലം തന്നെയാണ്. മെട്രോ റെയിൽ കാണാം. ഒന്ന് കാണിച്ചു കൊടുത്താൽ, മെട്രോ റെയിലിൻ്റെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അങ്ങോട്ട് തിരിച്ചിട്ട് റെയിൽപാത ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ പ്രദേശത്താണ് ആ കുട്ടി കളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു സമയത്താണ് ഈ പുള്ളിയെ മോളിൽ നിന്ന് ഇറങ്ങി വന്ന് കൊച്ചിന് നാരങ്ങവെള്ളം മേടിച്ചിടാന്നൊരു മിഠായി കൊടുത്ത് കൊച്ചി ജ്യൂസ് മേടിച്ചാരെന്ന് പറഞ്ഞപ്പോൾ കൊച്ചതിൻ്റെ കൂടെ പോയി. നേരെ പോയി അവിടെ നിന്ന് അങ്ങനെ റെയിൽ പിടിച്ച് കൈ പിടിച്ച് പോയപ്പോൾ അറിയുന്നത് കണ്ടവരൊക്കെ ഓർത്ത് ഈ അറിയണ പരിചയമുള്ള ആളായിരിക്കും എന്നുള്ള രീതിയിൽ ആരും ഒന്നും പറഞ്ഞില്ല. നമ്മൾ നേരെ റോഡ് കടന്ന് അവിടെ ഗ്യാരേജിൻ്റെ അടുത്ത് പോയി. ഇവിടുന്ന് റോഡ് കടന്നിട്ട് ഗ്യാരേജാണ്. അവിടെ നിന്ന് ബസ് കിട്ടും. അവിടെ നിന്ന് ബസ്സിന് നേരെ കയറി മാർക്കറ്റിൻ്റെ അവിടെ പോയി ഇറങ്ങി കൊച്ചിനെയും കൊണ്ട് കൈ പിടിച്ച് തന്നെ പോയി. അപ്പോഴും ഇവനെ അറിയില്ല, ഈ കൊച്ചിനെ അറിയില്ലെങ്കിൽ ഒരു കൊച്ചിനെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് അവിടെ മാർക്കറ്റിലൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇങ്ങനെ അത്രയും സൗഹൃദത്തിൽ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ആരും ഒന്നും അതിനെപ്പറ്റി പറഞ്ഞില്ല. പക്ഷെ കടക്കാരോ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കൊച്ചു ഞങ്ങളുടെ എൻ്റെ ആണെന്ന് പറഞ്ഞു. അത്രയും സ്നേഹത്തിൽ കൈ പിടിച്ച് കൊണ്ടുപോകണമെങ്കിൽ
സ്വന്തം പിതാവായിരിക്കും എന്നുള്ള എല്ലാവരും അങ്ങനെ ചിന്തിച്ചു. പക്ഷെ പിന്നെ കാണാണ്ടായപ്പോഴാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അന്വേഷിച്ചപ്പോഴാണ് ഈ കൊച്ചിനെ അവൻ അവിടെ കൊണ്ടുപോയി അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന മൃഗീയമായ രീതിയിൽ ഒരു നമുക്കൊന്നും പറയാൻ മൃഗങ്ങളോട് പോലും കാണിക്കാൻ പറ്റാത്ത അത്രയും അവസ്ഥയിൽ അവൻ ആ കൊച്ചിനെ നശിപ്പിച്ച് കൊന്ന് ഇട്ടു. പോലീസ് അപ്പം തുടങ്ങി അന്വേഷണം നടന്നെങ്കിലും ഇത്തരം ഒരു സ്ഥലത്തിൽ അവൻ എത്തുമെന്നുള്ളത് ആരും അത്ര ചിന്തിച്ചില്ലായിരുന്നു. അന്ന് ഇവിടെ ഉണ്ടായിരുന്നോ, താമസിക്കുന്നുണ്ടായിരുന്നോ? അന്ന് ഇവിടെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ കുഞ്ഞിനെ അന്ന് കണ്ടായിരുന്നോ? ആദ്യം ഇത്തയാണ് കണ്ടത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഈ കുഞ്ഞ് എന്താ ഇവിടെ ചെയ്യണത് കണ്ടത്? അപ്പൊ തന്നെ അത് ഷഡിട്ട് അകത്തോട്ട് പോയി. നിങ്ങളുടെ വീടിന്റെ തൊട്ട് ചേർന്ന് ബാക്കിലാണല്ലോ അല്ലേ വാടകയ്ക്ക്? എപ്പോഴും എന്റെ അടുത്ത് വരെ. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ എപ്പോഴാണ് ഈ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നത്? ഞാൻ കണ്ടില്ല. അതൊക്കെ മുമ്പോടങ്ങി കൊച്ചിനെ കൊല്ലാനിരിക്കാണ്. ഇത് ഒറ്റക്ക് ഇരിക്കണ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിനുങ്ങളെ കൊല്ലണ വലിയ ഇഷ്ടമാണ്. ഒരെണ്ണത്തിനെ കൊന്നിട്ടാണ് ഇപ്പൊ വന്നത്. ഈ കൊച്ചെപ്പോഴും എന്റെ വീട്ടിലൊക്കെ വരെയൊക്കെ ചെയ്യും. രാത്രിയൊക്കെ അവര് വിളിക്കുകയും ചെയ്യും, പഠിപ്പിച്ചു കൊടുക്കാൻ പറയും. ഇവനെ കണ്ടപ്പോ നിങ്ങൾ എല്ലാവരും അന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ഇവിടെയുള്ള അയൽവക്കാർക്ക് ഒരു അറിഞ്ഞൂടാറുണ്ട് ഇങ്ങനെ ഒരാളുണ്ടല്ലോ. അത് കൊച്ചെനിക്ക് അമ്മ കാണാണ്ട് അരിയൊക്കെ എടുത്ത് തരും, ചോറ് വെച്ചൊക്കെ തരും. ചോറൊക്കെ എടുത്തോണ്ട് വരും. ഞാൻ പറയും അങ്ങോട്ട് കൊണ്ട് വെക്കാൻ പറയുമ്പോ പറയും വേണ്ട തിന്നോ, അവര് തിന്നില്ലെങ്കിലും എന്നിട്ട് കഴിച്ചോളാൻ പറയും. പിന്നെ അതിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി കൊച്ചിനെ ഞാൻ വളർത്തിക്കോട്ടെ. കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? ഒരുപാട് ഇഷ്ടമായിരുന്നു. അതിന്റെ കട്ടിൽമൊക്കെ കിടന്ന് ഉറങ്ങുമ്പോ അമ്മ കാണാറുണ്ട്. അതിന്റെ അമ്മ കാണാം. അതിന്റെ ഇളയ കൊച്ചിന് എപ്പോ സ്കൂളിൽ പോകുമ്പോ എന്റെ കട്ടുമൊക്കെ എടുത്തിയാണ് ഓർക്കുക. ആ കുഞ്ഞിന്റെ വീട്ടിൽ വെക്കുന്ന കഞ്ഞിയൊക്കെ ആ അമ്മ കാണാതെ എടുത്തോണ്ട് വന്ന് ഈത്തയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നാണ് പറയുന്നത്. അത്ര ഇഷ്ടമായിരുന്നു ഈത്തെ. അപ്പൊ അതിനൊരു പാട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. അതിന് ഭയങ്കര ഇഷ്ടമാണ്. ആ കുഞ്ഞിന് ഏത് പാട്ടായിരുന്നത്? ഞങ്ങളുടെ അറബിയ ഫീമൻ ഹദൈത്തവ ഫിനി ഫീമൻ ആഫൈത്തവത്തവല്ലിന് ഫീമന്ത വല്ലൈത്തവ ബാരിക്കലി ഫീമ ഒത്തവക്കിനി ഷർറമ്മ കലൈത്ത ഫൈനക്ക തക്ലി വലായിക്കുലാലേക്ക് വൈനഹുലായതിലും മൺവാലത്ത് വലായി ഐസ് മന്നാദത്ത് തബാർക്ക് റബ്ബന വത്താലത്ത് ഫലക്കെല്ലാം ദലാമ കലൈത്ത അസ്തപ്രക്കത്തൂബയിലേക്ക്. അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ഭയങ്കര ഇഷ്ടം. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പറയാൻ അല്ലെങ്കിൽ കിടന്ന് ഇടിച്ചിരുന്ന ലോലിക്കും. അതിൻ്റെ അമ്മ കാണാറുണ്ട്. അത്ര നല്ല കൊച്ചായിരുന്നു. അത് ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കും. രണ്ടിന്റെ അന്ന് ഇത്ര ഒപ്പിക്കുമെന്ന് ഓർത്തില്ല. വന്ന് 2 ദിവസത്തിനുള്ളിലാണ് ഇവൻ ഈ പണി ഒപ്പിച്ചത്. തല ഈരിയിട്ട് അത് ഭൂതമായിട്ട് കളിക്കും. എന്റെ തല ഈരും ഫ്രണ്ടിലോട്ട് മുടിയെല്ലാം കൂടെ മുന്നോട്ട് വീണ് കഴിയുമ്പോൾ ഭൂതം കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് അവരുടെ എല്ലാ മക്കൾക്കും ഇഷ്ടമാണ്. ചെറിയ കൊച്ചു മതിൽ കൂടും. എന്റെ അമ്മ ഇരുന്ന് ചിരിക്കും ഇതൊക്കെ കണ്ട്. அந்த குழந்தை அன்னைக்கு கழிச்சிட்டு இருந்தது எங்கே? இந்த இடம் தான். இந்த இடம் അശ്വകാലം അന്നേക്ക് അവിടെ നിന്ന് ഇറങ്ങി കീഴെ വന്ന് അവൻ ഇവിടെ നിന്നിട്ട് അവൻ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടാവാം ആ കുട്ടീനെ. അപ്പൊ നോക്കിയതിന് ശേഷമായിരിക്കും അവൻ ഇവിടെ നിന്ന് നടന്നു പോകുന്നതും കൊണ്ടുപോകുന്നത്. അങ്ങനെ ആയിരിക്കാം സാധ്യത തീർച്ചയായിട്ടും. അശ്വകാലം താമസിച്ചിരുന്നത് ഈ സ്റ്റെപ്പ് കയറി മുകളിലുള്ള റൂമിലായിരുന്നു. അവിടെ നിന്നും അയാൾ ഈ 2-3 ദിവസമായിട്ട് ഈ കൊച്ചിനെ ഇയാൾ ഇങ്ങനെ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ നടന്നു ഈ തൂണിൻ്റെ മറവിലൊക്കെ നിന്ന് ഇവൻ കൃത്യമായി ഈ കുഞ്ഞിനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത്. വളരെ ഭീകരമായിട്ടുള്ളൊരു ക്രിമിനൽ അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവൻ ഈ കുഞ്ഞിനെ ഇങ്ങനെ നോട്ടമിട്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിനെ ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയി ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇതിനെ ബലാത്സംഗം ചെയ്ത് അതിൻ്റെ ജീവൻ എടുക്കുക എന്നുള്ള ഒറ്റ കാര്യവുമായിട്ട് അവനിങ്ങനെ കുറേയേറെ ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ വന്ന് അന്ന് മുതൽ കാണുന്നതാണ് ഈ കുട്ടി തന്നെയാണ് പല സ്ഥലങ്ങളിലും പോയി ഇരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചേറെ കുട്ടികൾ ഈ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ കുഞ്ഞ് കൊടുക്കുന്ന വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനെ പാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഈസിയാണല്ലോ അവന് മനസ്സിലായി. ജ്യൂസ് മേടിച്ചു തരാം, ഫ്രൂട്ടി മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മയക്കിയാണ് അവൻ ആ കുഞ്ഞിനെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത്. ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വലിയ ആളുകളുടെ ശ്രദ്ധ അത്രയ്ക്കൊന്നും വരുന്നില്ല. ഈ കുഞ്ഞിനെ പുഷ്പം പോലെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാമെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു. അവനൊരു മണ്ടനോ അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയൊന്നുമല്ല. അവൻ ഭയങ്കര അതിബുദ്ധിമാനായിട്ടുള്ള ഒരു കൊടും ക്രിമിനലാണ് അവൻ. അപ്പോൾ വന്നപ്പോൾ ഈ കുഞ്ഞിനെ നോട്ടോട്ടിരിക്കുകയാണ്. ഈ കുഞ്ഞ് ഒറ്റപ്പെട്ട് കളിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഈ കുഞ്ഞ് പോയി ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നിടത്തുനിന്നല്ല ഈ കുഞ്ഞ് മേടിച്ച് കഴിക്കുന്നുണ്ട്. മറ്റുള്ളവർ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കരുതെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. ഒന്നും ഇവര് പറയില്ല. അങ്ങനെയുള്ള ശ്രദ്ധ അവർക്ക് ഇപ്പോഴും ഇല്ല. അപ്പൊ ഈ കുഞ്ഞിന് എന്തെങ്കിലും ഓഫർ ചെയ്താൽ കുഞ്ഞിനെ കസ്റ്റഡിയിൽ കൊണ്ടുപോകാൻ പറ്റും അവൻ വിശ്വസിച്ചിരുന്നു. അവൻ നോക്കി മനസ്സിലാക്കി കൊച്ചിനെ എങ്ങനെയും വിളിച്ചാൽ വരും എന്നുള്ളത് മനസ്സിലായി. കൊച്ചിന് ജ്യൂസ് എന്ന് കേട്ടപ്പോ ആരാണ് കൊണ്ടുപോകണമെന്നൊന്നും അത് നോക്കിയില്ല. വന്ന ആളുടെ കൂടെ അങ്ങോട്ട് പോയി. 5 വയസ്സുള്ള കുഞ്ഞെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അത് പഠിച്ചിരുന്നത് UKG ആയിരുന്നു. ഒരു 1-ാം ക്ലാസ് പോലെ UKG ഒക്കെ ഉള്ള അത്രയുള്ള കുഞ്ഞു ആവാ. നമുക്ക് എന്താ അതിന് പറയാൻ വേണ്ടി സാധിക്കുക? ആ കുഞ്ഞിനെ ആര് ഭക്ഷണം കൊടുത്താലും മേടിക്കാനുള്ള അനുവാദം അതിനുണ്ട്. അപ്പോൾ അത് മേടിച്ച് കഴിക്കുന്നു. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഈ കുട്ടികൾക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ കൃത്യമായിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരതനുസരിച്ച് പ്രവർത്തിച്ചു. ഇവിടെ നേരെ എങ്ങനെയായിരുന്നു? നേരെ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് നേരെ റെയിൽ ക്രോസ് മുറിഞ്ഞു കടന്നിട്ട് റോഡ് മുറിഞ്ഞു കടന്നു കഴിയുമ്പോൾ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് ബസ്സിന് കയറിപ്പോയി. ഈ റെയിൽവേ ക്രോസ് കടന്നാണ് കൊണ്ടുവരും. അപ്പോൾ ഈ കടയിലൊക്കെ ഉള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവില്ലേ? അത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കൊച്ചവിടെ എപ്പോഴും സ്കൂളിൽ പോകാനൊക്കെ കൂടെ വന്ന് നിൽക്കുന്നതാണ്. കടയിലും ഓട്ടോറിക്ഷക്കാർക്കൊക്കെ അറിയാം. ഈ ഓട്ടോറിക്ഷക്കാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കൂടെ വന്നത് ഇവര്
ഇവർ ഭായിമാരായതുകൊണ്ട് ഇവരുടെ കൂടെ വരുന്നവരും ആരാ അവരെ സ്വന്തമാണോ അല്ലാത്ത ആൾക്കാർക്ക് അറിയില്ലല്ലോ. സ്ഥലം MLAയും MP ഒക്കെ സഹകരിച്ച് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് താമസിക്കുവാനായിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തിരിക്കുകയാണ്. ആ വാടക വീട്ടിലാണ് ഇപ്പോൾ ഈ അച്ഛനും അമ്മയും മക്കളും ഉള്ളത്. നമുക്ക് ആ വീട്ടിലേക്ക് പോകാം. പണ്ട് താമസിച്ചിരുന്ന ആ വാടക വീട്ടിൽ നിന്നും കുറച്ച് അടുത്തായിട്ട് വേറൊരു വാടക വീട്ടിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. ആ വീടിന് മുമ്പിലാണ്. ആ കുട്ടിയുടെ അച്ഛനിപ്പോൾ ജോലിക്ക് പോയിരിക്കുകയാണ്. അമ്മയും മറ്റു കുഞ്ഞുങ്ങളും മാത്രമാണ് ഇവിടെ ഉള്ളത്. വാടകയ്ക്ക് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇനി താമസം വിട്ട് ഇവിടുന്ന് പോകണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എത്ര നാൾ ഇവിടെ താമസിക്കാൻ വേണ്ടി സാധിക്കും? MLA इधर हम लोग आया उस टाइम से भाड़ा दे रहे थे. ഞങ്ങൾ വന്ന കാലം മുതൽ ഇവിടെയാണ് താമസിക്കുന്നത്. അടുത്തുള്ള ആൾക്കാരെല്ലാം നമ്മുടെ നല്ല സഹകരണമുണ്ട്. പറയണത് ഇവിടുന്ന് മാറണമെന്നാണ്. അത് കാരണം നമ്മൾ റൂം നോക്കുന്നുണ്ട്. 10,000 രൂപയിലാണ് എല്ലാം വാടക. അപ്പോൾ നമ്മൾ അതിലുപരി നമുക്കിവിടെ ഇവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ടും എല്ലാം ഉണ്ട്. കുഞ്ഞിന് അസുഖം വന്നാലും അവിടുത്തെ നമ്മുടെ ആൾക്കാർ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരു നല്ല സപ്പോർട്ടുണ്ട് ഇവിടെ. 4 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇവിടുന്ന് മാറാൻ നമുക്കൊരു മനസാക്ഷി അനുവദിക്കുന്നില്ല. കാരണം അതുപോലെ നല്ല സഹകരണമുള്ള ആൾക്കാരാണ് ഇവിടെ. ज़्यादा दूर जाने को नहीं सोचता है. मेरा बच्चा ഈ സംഭവത്തിന് ശേഷം എൻ്റെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനും വരുന്നതും ആ സ്കൂൾ അധികൃതർ അതിൻ്റെ താല്പര്യം കാണിക്കുന്നുമുണ്ട്. നാട്ടുകാരാണെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും. കൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്യുമ്പോഴത്തേക്കും 2-3 കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അവരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. ചിലവർ പൈസ കൊടുക്കും, ചിലർ കൊടുക്കില്ല. അന്യസംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് പൈസ കൊടുക്കേണ്ട എന്നൊരു മനോഭാവം ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. अच्छे से जिंदगी बिता रहे थे और हम लोग को आत्मा में कष्ट नहीं था. अभी तो बच्चा मर गया तो कितना ही कुछ हो जाएगा तो खुशी नहीं होता है, ज़्यादा कष्ट होता है अंदर से. ഈ സംഭവത്തിന് ശേഷം എനിക്ക് മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാൻ പോലും അവസരം ഉണ്ടാകില്ല. പട്ടിണിയാണെങ്കിൽ തന്നെയും നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഉണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞാണ് അവർ അവസാനിപ്പിക്കുന്നത്. मेरे अंदर खुशी होता है. अभी तो कुछ हो गएगा तो मेरे को अंदर से बहुत तकलीफ है, बहुत दर्द है. हम लोग खुलकर जी नहीं पाएगा कभी. हम लोग को अंदर से दर्द नहीं खत्म होता है बच्चे के लिए. നമുക്ക് ഇതിനകത്ത് വാക്കുകളൊന്നും പറയാനില്ല. കാരണം ജീവിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ്. അന്യ സംസ്ഥാനത്തു നിന്നും ഇവിടെ വന്ന് അവർ ജീവിക്കാൻ, അവരും നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യന്മാരാണ്. ഇവരുടെ മുമ്പിൽ നിന്ന് കൂടുതലൊന്നും പറയാൻ വേണ്ടി വരുന്നത്. എന്തായാലും അവർ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം, അവരുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു അന്യ സംസ്ഥാനക്കാരെന്നുള്ള ഒരു രീതിയിൽ തീർച്ചയായിട്ടും ശമ്പളം കൊടുക്കാതെ അവരെ പറ്റിച്ചുവിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ താമസിക്കുന്ന സ്ഥലത്തുള്ള മലയാളികളും ഇവിടുത്തെ സഹായം എന്ന് പറയുന്നത്, ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ മലയാളികൾക്ക് ഒരുപാട് സഹായം അവർക്കുണ്ടായിരുന്നു. ഈ സ്ഥലം വിട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം അതാണ്. TSSC LP സ്കൂൾ തൈക്കാട്ടുകര കുട്ടിയുടെ ആ മോളുടെ യൂണിഫോമാണത്. അത് അമ്മ അത് സ്വപ്നം പോലെ അവരതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളെ പോലെ ആ മോളും ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന മോളാണ്. ആ യൂണിഫോമും ഉടുപ്പുകളും ബുക്ക് ഈ സ്കൂൾ ബാഗ് ഇതെല്ലാം അമ്മ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ കുഞ്ഞ് ഇവരിൽ നിന്ന് വേർപെട്ട് പോയി എന്നുണ്ടെങ്കിൽ ആ ഓർമ്മകൾ ആ അമ്മയോടൊപ്പം ഇപ്പോഴും അവർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. 5 വയസ്സുള്ള ആ മിടുക്കി പെൺകുട്ടിയുടെ അവളുടെ അമ്മയും അച്ഛനും ഇന്നും അവളെ സ്വപ്നം കണ്ട് അവളെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് മറ്റു കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിലും അവരുടെ കണ്ണുനീർ ഉണങ്ങിയിട്ടില്ല. അവർ കരയുന്നത് ഇപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞപ്പോഴും അവരുടെ ഉള്ളിൽ അതിങ്ങനെ നീറുന്ന വേദനയായിട്ട് നമുക്കെന്താ പറയാൻ വാക്കുകളില്ല. ആ കുഞ്ഞിൻ്റെ ഓർമ്മകൾ ഇന്നും അതേപടി ഈ വീട്ടിൽ അങ്ങനെ തന്നെ. ഇന്നിപ്പോൾ ഇവിടെ ഈ താമസിക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് വിട്ടു പോകരുതേ എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അവർക്ക് വലിയ വാടകയാണ്, താങ്ങുന്നില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു 8 മണിയാകുമ്പോൾ കൊച്ചിന് രാവിലെ കൊച്ച് പൈസ മതി എന്ന് പറയുമ്പോൾ കുറച്ച് പൈസയും കൊടുത്ത് കൊച്ചിനെ സ്കൂളിലേക്ക് വിടും. അത് 8 മണിയാകുമ്പോൾ പോയി സ്കൂളിൽ പോയി സ്കൂളിൽ എത്തേണ്ടത് 10 ടീച്ചറോട് ഞാൻ സംസാരിച്ച പോലെ 10 മണി 10:30 ആകുമ്പോഴാണ് കൊച്ചു വീട്. ഇങ്ങനെ കറങ്ങി കിടന്ന് അവൾ കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തിന്ന്. അത് ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണത്? 3-ാം ക്ലാസ്സിൽ. അതായത് ഈ കുഞ്ഞിന്റെ മൂത്തത്. അങ്ങനെ അവിടെ പോയി സ്കൂളിൽ എത്തുമ്പോഴത്തേക്കും 10-10:30 ആവും. ടീച്ചർമാർ പറഞ്ഞ് തോറ്റിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം രാവിലെ കണ്ട അവൾ 8 മണിക്ക് പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്തിനാ ഇപ്പോൾ പോകണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ പോകണമെന്ന്. ഇപ്പോൾ നീ പോകണ്ടെന്ന് പറഞ്ഞ് മുടക്കിയപ്പോൾ അവൾ ബാഗ് അവിടെ വെച്ചിട്ട് കടയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കടയിൽ പോയിട്ട് വന്നപ്പോൾ കുറേ മിഠായിയും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ടാണ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ പോകേണ്ട 8 മണിയായിട്ടുള്ളൂ, സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ അന്ന് പോയി. പിറ്റേ ദിവസവും അവൾ അതേപോലെ തന്നെ പോകുമ്പോഴും ഞാൻ തടഞ്ഞ് അവൾ തിരിച്ചു പോയി. ഈ കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷമുള്ള അതിനുശേഷം അവിടെ ഇപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കുന്നത്. സ്കൂളിൽ പഠിത്തമില്ലാത്ത ദിവസമുള്ള ഇന്ന് നീ എവിടെ പോകണമെന്ന് വെച്ചാൽ പറഞ്ഞ് ഇന്ന് പഠിത്തം ഉണ്ടെന്നോ. ഞാൻ പറഞ്ഞു പഠിത്തമില്ല, ഞാൻ ഇവരൊക്കെ ഇവിടെ ഇരിക്കണമല്ലോ, ഇവർക്ക് ആർക്കും പഠിത്തമില്ല, നിനക്ക് മാത്രം എന്താ പഠിത്തം എന്ന് പറഞ്ഞപ്പോൾ ആ ബാഗ് അവിടെ വെച്ചിട്ട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ സ്കൂളിൽ ടീച്ചറിനെ വേഗം വിളിച്ച് പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെ ഇപ്പോൾ ഇന്നാ കൊച്ചു ഇവിടം വരെ വന്ന് പോയി. ഇപ്പോൾ 3-ാമത്തെ ദിവസമാണ് ഞാൻ ഈ കൊച്ചിനെ ശ്രദ്ധിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കൊച്ചിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് മടുത്ത് എടുക്കണം. 10:30 ആകുമ്പോഴേ അവിടെ വന്നെന്ന്. പിറ്റേ ദിവസം ടീച്ചർ ആ കൊച്ചിനെയും വേറെ ടീച്ചറിനെയും കൂട്ടി ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്നെ കൂട്ടി അവരുടെ വീട്ടിൽ ചെന്ന് അവരോട് സംസാരിച്ചപ്പോൾ രാവിലെ ഒന്നും കൊടുത്ത് അവൾ കഴിക്കൂലെന്ന്. അവൾക്ക് പൈസ മതി. അപ്പോൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. പൈസ കൊണ്ടുപോയി 3-ാം ക്ലാസ്സിലാണ്. 3-ാം ക്ലാസ്സിലാണ്. അത്രേ ഉള്ളൂ.
അപ്പോൾ ആ കൊച്ചിനെ ആ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് 10:30 ആകുമ്പോൾ സ്കൂളിലെത്തപ്പോൾ ടീച്ചർ പറഞ്ഞു ഇനി തുടങ്ങി ഭക്ഷണം കഴിക്കാതെ വിടുന്ന നിങ്ങൾ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കർശനമായിട്ട് പറഞ്ഞ് ഇനി ഇങ്ങനെ നേരത്തെ വിടരുത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ അങ്ങനെ ആ കൊച്ച് നേരത്തെ പോണില്ല. അമ്മ ആശുപത്രി കിടക്കുമ്പോഴാണെങ്കിലും ആ കൊച്ച് 200 രൂപയായിട്ടാണ് ഒരു ദിവസം അവിടെ വന്നിട്ട് കടയിൽ പോയി സാധനം കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ച് പൈസ എവിടെ നിന്നു. അപ്പോൾ അച്ഛൻ അമ്മ ആശുപത്രി കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ തന്നുകൊണ്ട് പോയതാണ്. ഒരു മൊബൈലും കൊടുത്ത് പൈസയും കൊടുത്തിട്ട് പുള്ളി പോയി. ആരും നോക്കാൻ ആരുമില്ല. നമ്മുടെ അവിടെ അയൽവാസികളൊക്കെ നല്ല സഹകരണം ഉള്ളതുകൊണ്ട് അവരൊക്കെ ശ്രദ്ധിക്കും. എന്നാലും ആ കൊച്ചിൻ്റെ കൈ കൊടുത്തുകൊണ്ട് പോയി. എന്നിട്ട് തിരിച്ച് ഞാൻ പറഞ്ഞു വേഗം മേടിച്ചിട്ട് തിരിച്ച് പോകുമെന്ന് പറഞ്ഞപ്പോൾ വേഗം പൈസ മേടിച്ച് തിരിച്ച് പോകുമ്പോൾ എന്നെ വിളിച്ച് പറയും ഞാൻ പോവാണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പോകും. എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും. ചൂടാവുന്ന അങ്ങനെയൊന്നുമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിനെ നമുക്ക് ഏത് രീതി വേണേൽ വളർത്തിക്കൊണ്ട് വരാം. അതിന് ബുദ്ധിയുണ്ട്, അതിന് പറഞ്ഞു കൊടുത്താലൊക്കെ മനസ്സിലാവും. ശ്രദ്ധയില്ലായ്മ നല്ലോണം ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊന്നും പറയാൻ വേണ്ടി വിഷമമുണ്ട്. പക്ഷെ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കുഞ്ഞിന്റെ മിസ്സിംഗ് ഉണ്ടായത് എങ്ങനെയാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ അശ്രദ്ധയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തിന് വന്ന് എടുത്തോണ്ട് പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരാൾ കൊണ്ടുപോകുമ്പോൾ ഇത്തിരി നേരം കാണാതെ അന്വേഷിക്കണ്ടേ? സ്റ്റാൻഡിലുള്ള ആരോ വിളിച്ച് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ചപ്പോഴാണ് ഈ അമ്മ ശ്രീ കൊച്ചിനെ വിവരം അറിയുന്നത് തന്നെ. പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അധ്യാപകർക്ക് ശ്രദ്ധിക്കുക. അധ്യാപകർ ശ്രദ്ധിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആര് പറഞ്ഞാലും എത്ര പറഞ്ഞാലും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നാണ് ടീച്ചർ പറയുന്നത്. ഇനിയും ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറാതിരിക്കാൻ വേണ്ടിയിട്ട് പേരൻസ് ഒരുപാട് ശ്രദ്ധിക്കുക. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ 1-2 പേർക്ക് സംശയം തോന്നിയിരുന്നു, തൊഴിലാളികൾക്ക് സംശയം തോന്നിയിരുന്നു. പക്ഷേ ആ സംശയം ബലപ്പെട്ട് അവർ പിടിച്ചവനെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇതെൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞാണ് അവൻ ആ കുഞ്ഞുമായിട്ട് കടന്നു കളയാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അപകടം മണത്തിട്ടാണ് ചുമട്ടുതൊഴിലാളി ചോദിച്ചത്. പക്ഷേ അയാൾ പിടിച്ചവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മോടൊപ്പം ആ കുഞ്ഞുണ്ടാകുമായിരുന്നു. ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് പറയുന്നതിലേറെ വിഷമമുണ്ട്. കാരണം ഇങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. മിഠായി ആഗ്രഹിച്ചാണ് ആ കുഞ്ഞ് ചെന്നത്. അതിനെ ആ മാർക്കറ്റിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനുള്ളിലൊക്കെ എന്തുമാത്രം ആളുകൾ, മാർക്കറ്റിന്റെ ആ ഒരു കന്നുകാലികളുടെ ഒരു വിൽപ്പന ചന്തയുണ്ട്. നമ്മൾ അവിടെ പോകുന്നത് നമ്മൾ കാര്യങ്ങൾ കാണിച്ചു തന്നിരുന്നു. അവിടെയൊക്കെ വന്നിട്ട് ഈ കുഞ്ഞിനായിട്ട് പോകുമ്പോൾ ഒരു മലയാളിയുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ പറയുക, സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള മലയാളിയുടെ മനോഭാവം പറയാതിരിക്കാൻ വേണ്ടി സാധിക്കും. ഇറക്കി താഴെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ആ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹം എന്ന് പറഞ്ഞാൽ ദൈവമേ നമുക്കത് ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല. എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത അത്ര അധികം മുറിവുകൾ എന്നുള്ളതാണ് പറയുന്നത്. ജീവൻ എടുക്കുന്നതിന് മുൻപ് അതിന്റെ ആ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുഴുവൻ മുറിവുകളായിരുന്നു. കാരണം മൊത്തം മുറിപ്പെടുത്തി തകർത്ത് കളഞ്ഞവൻ. അതിഥി തൊഴിലാളി എന്ന് പറയുന്ന ഓമനപ്പേരൊക്കെ ഇട്ട് ഇവനെയൊക്കെ വിളിച്ച് എളീക്കരുത്തി മാമവും കൊടുത്ത് തടിച്ച് വീർപ്പിച്ച് ഈ കാണുന്ന വൃത്തികേടുകളും തെണ്ടിത്തരങ്ങളും മുഴുവൻ കാണിച്ചു വെച്ചിട്ട് ഇവനൊക്കെ ജയിലിൽ ചെന്നാലും അടിപൊളി ഫുഡ് ഒട്ടിച്ച് ഇപ്പൊ ഇവന്മാരെ കൊണ്ട് കേരളം അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏതൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ ഇവന്മാരി രോഗം ഇങ്ങനെ വീതം വെച്ച് നമുക്ക് എല്ലാവർക്കും തെത്തോണ്ടിരിക്കുകയാണ്. വൃത്തിഹീനന്മാരായിട്ട് അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞ് മുക്കിയും കിള്ളി 1.5 ആഴ്ചയായിട്ട് അലക്കാത്ത തുണി കൊടുത്ത് ആ കൈകൊണ്ട് പൊറോട്ട അടിച്ച് അതൊക്കെ മലയാളിക്ക് കഴിച്ച് സായുജ്യം അടഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവരുടെ എംപിമാരും MLA ഇവിടെ ഉണ്ടാവും. കാരണം അത്രയധികം എണ്ണമാണ്. പെരുമ്പാവൂർ അല്ലെങ്കിൽ എറണാകുളം സൈഡിലൊക്കെ മൊത്തം ഇവന്മാരുടെ ഒരു വലിയ താവളമാണ്. വൈകിട്ടായി കഴിഞ്ഞാൽ ജീവൻ പോലും ബാക്കി കിട്ടൂല. ആയിരക്കണക്കിന് ബംഗാളികളാണ് മറൈൻ ഡ്രൈവിലൊക്കെ വൈകിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പെരുമ്പാവൂർ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ. ഇവർക്കിനി MLA-മാരും MPമാരൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. ഇതൊന്നും അധികം കാലതാമസമൊന്നുമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാവും. ഇതൊക്കെ വരുത്തി വെക്കുന്നവരാണ്. പണിയെടുക്കാൻ കഴിയാത്ത വല്ലവനെ കൊണ്ടും പണിയെടുപ്പിച്ചിട്ട് തിന്നുക. അധികം വൈകാതെ എല്ലാത്തിലുള്ള മറുപടി കണ്ടോളൂ. നമ്മുടെ മക്കളൊന്നും ഒരിക്കലും സുരക്ഷിതരല്ല. എല്ലാവരും ഓർത്താൽ നന്ന്.